നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ, വിവാഹം, പഠനം, ബിസിനസ്, ധനസ്ഥിതി എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആകാശപ്പരപ്പിൽ മിഴാവ് പോലെയുള്ള 32 നക്ഷത്രങ്ങളുടെ സമൂഹത്തെയാണ് രേവതി എന്ന് പറയുന്നത്. 27 നക്ഷത്രങ്ങളിൽ അവസാനത്തേതാണ് രേവതി. രേവതിയുടെ നക്ഷത്രനാഥൻ ബുധനാണ്. രേവതി നാളിൻ്റെ അവസാനത്തെ കാൽഭാഗത്തിന് ഗണ്ഡാന്തം എന്ന ദോഷമുണ്ട്. അശ്വതി, മകം, മൂലം, ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നാളുകൾ രേവതിയുടെ വേദനക്ഷത്രങ്ങളാണ്. രേവതി ഊൺനാളായതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉത്തമമാകുന്നു. രേവതി നക്ഷത്രക്കാർക്ക് ബുധൻ, ഗുരു എന്നീ 2 ഗ്രഹങ്ങളുടെ പ്രഭാവം ഉള്ളതായി കണ്ടുവരുന്നു. വിദ്യയും ബുദ്ധിയും സംസാര ചാതുര്യവും വിവരവും വിവേകവും സമ്പത്തും ഇവർക്കുണ്ടായിരിക്കും. സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും വളരെ ഭംഗിയായി പൂർത്തിയാക്കുക എന്നത് ഇവരുടെ ജന്മസിദ്ധമായ കഴിവാണ്. ആന്തരികമായി ധൈര്യശാലികളാണെങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കാറില്ല. അടുക്കും ചിട്ടയും ശുചിത്വവും വളരെ നിർബന്ധമുള്ളവരാണ്. ചതിവ്, വഞ്ചന പോലുള്ള മോശമായ പ്രവർത്തികളിലൊന്നും ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കുകയില്ല. ഒരു പരിധി വിട്ട് ആരെയും വകവെച്ച് കൊടുക്കാറില്ല. സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇക്കൂട്ടരുടെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്തുന്നത് ഇവർക്ക് സഹിക്കാനാവാത്ത കാര്യമാണ്. നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുവാൻ താല്പര്യമുള്ളവരാണ്. സഹനശക്തി വളരെ കുറവായിരിക്കും. രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയാത്തവരാണ്. സ്വന്തം മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിൽ മാത്രമേ ഇവർ പ്രവർത്തിക്കാറുള്ളൂ. ചഞ്ചലചിത്തരായിരിക്കും. കലാവാസനയുള്ളവരും ശാസ്ത്രങ്ങളിലും ഗവേഷണത്തിലും താല്പര്യമുള്ളവരുമായിരിക്കും. ക്ഷിപ്രകോപികളും സിദ്ധാന്തങ്ങളുടെ പേരിൽ പരിസരം നോക്കാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുമാണ്. ചിന്തയും പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കും. ലോലഹൃദയരും അടിയുറച്ച ദൈവവിശ്വാസികളുമാണെങ്കിലും പുറമേ പ്രകടിപ്പിക്കാറില്ല. പ്രകൃതി സ്നേഹികളും ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ തയ്യാറുള്ളവരുമായിരിക്കും. സാഹിത്യാദി കലാ സംഗീതാദികളിലോ വൈദ്യശാസ്ത്രത്തിലോ ജ്യോതിശാസ്ത്രത്തിലോ അറിവ് നേടുവാനുള്ള സാധ്യതയുണ്ട്. ശുദ്ധഗതിക്കാരായ ഇവർക്ക് വ്യാവസായിക മേഖലകളിൽ നല്ലതല്ല. പിതൃഗുണം സഹോദര ഗുണവും കുറവായിരിക്കും. സ്വന്തം വീടും നാടും വിട്ടുള്ള ജീവിതമായിരിക്കും ഇവരിലധികം പേർക്കുമുണ്ടാകുന്നത്. വിവാഹശേഷമേ ഇവർക്ക് നല്ല രീതിയിലുള്ള ജീവിതം ലഭ്യമാകുകയുള്ളൂ. ജീവിത അവസാനത്തിൽ ആത്മീയതയിലേക്ക് തിരിയുവാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം പരിശ്രമം കൊണ്ടുള്ള വിജയവും ധനസമ്പത്തുമായിരിക്കും കൂടുതലും പേർക്കും ഉണ്ടാകുക. തീരുമാനമെടുക്കുവാനുള്ള താമസവും പെട്ടെന്ന് മടിയന്മാരാകുന്നതും ഇവരുടെ ഉയർച്ചയെ ബാധിക്കാറുണ്ട്. ഭക്ഷണത്തിലും ഉറക്കത്തിലും അതിയായ താല്പര്യമുള്ളവരായിരിക്കും. വിവാഹജീവിതം പൊതുവെ സംതൃപ്തകരമായിരിക്കും. മനസ്സിന് ഇണങ്ങിയതും സൽസ്വഭാവികളും സാമർഥ്യമുള്ളവരുമായ ജീവിത പങ്കാളിയെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. രേവതി നാളുകാരുടെ പ്രത്യേക സ്വഭാവങ്ങൾ മനസ്സിലാക്കി പെരുമാറുവാനുള്ള കഴിവ് പത്നിമാരായതുകൊണ്ട് കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. കുലീനതയും മാന്യതയും പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളോട് കൂടിയവരായിരിക്കും ഈ നക്ഷത്രക്കാർ. സന്തോഷത്തോടും സുഖകരമായും സമാധാനത്തോടു കൂടിയും ജീവിക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കും. മിതമായി പണം ചിലവാക്കുന്നവരും എപ്പോഴും എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായിരിക്കും. ബാല്യകാലം ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. ഏതു ചുറ്റുപാടുമായും സഹകരിച്ചു പോകുവാനുള്ള കഴിവിവർക്കുണ്ടാകും. ആരെയും അത്ര കണ്ട് വിശ്വസിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല. സന്തോഷത്തോടും സുഖകരമായും സമാധാനത്തോടു കൂടിയും ജീവിക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കും. മിതമായി പണം ചിലവാക്കുന്നവരും എപ്പോഴും എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായിരിക്കും. ബാല്യകാലം ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. ഏതു ചുറ്റുപാടുമായും സഹകരിച്ചു പോകുവാനുള്ള കഴിവിവർക്കുണ്ടാകും. ആരെയും അത്ര കണ്ട് വിശ്വസിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല.
സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്തവരാണ് പനി, പാദരോഗം, ദന്തരോഗം, നീരിളക്കം, കുടൽ രോഗം, ചെവിവേദന എന്നിവ ഉണ്ടാകുവാനിടയുണ്ട്. ഭരണി, രോഹിണി, തിരുവാതിര, ഉത്രാടം എന്നീ നാളുകാരുമായുള്ള കൂട്ടുപ്രവർത്തനങ്ങൾ രേവതി നാളുകാർക്ക് നല്ലതല്ല. ബുധദശയിൽ ആരംഭിച്ച് കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി എന്നിങ്ങനെ ദശാകാലങ്ങൾ കടന്നുപോകുന്നു. ഭാഗ്യദിവസം ബുധൻ. ഭാഗ്യതീയതികൾ 5, 14, 13. ഭാഗ്യരത്നം മരതകം.